2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തുന്നുണ്ട്. വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക, അതോടൊപ്പം തന്നെ റോഡ് ഷോയിലും പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിലും മോദി കൊച്ചിയിൽ പങ്കെടുക്കും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പിറ്റേ ദിവസം തൃശ്ശൂരിലേക്ക്, ഗുരുവായൂരിലേക്ക് പോകും. ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് തൃപ്രയാർ ക്ഷേത്രങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശന വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കർ ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഇന്നാണല്ലോ പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തുന്നത്. ഈ റോഡ് ഷോ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും? എന്തൊക്കെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ? എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ കേരളത്തിലെ പരിപാടികൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ആഴ്ചക്കിടെ രണ്ടാം തവണയാണ് കേരളത്തിൽ എത്തുന്നത്. പൊതുതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സന്ദർശനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമാകുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാവികസേന വിമാനത്താവളത്തിലെത്തും. അവിടെ ഇറങ്ങിയതിനു ശേഷം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് വരെ നീളുന്ന ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തും. 1.5 ലക്ഷത്തിലധികം പാർട്ടി പ്രവർത്തകരായിരിക്കും ഈ റോഡ് ഷോയുടെ ഭാഗമാകുക. കഴിഞ്ഞ 3-ാം തീയതി, ജനുവരി 3-ാം തീയതി തൃശ്ശൂർ വന്നപ്പോഴും അദ്ദേഹം റോഡ് ഷോ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കൂടുതലായിട്ട് കേരളത്തിലേക്ക് BJP നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വരുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ കേരളം അവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടേണ്ട ഒരു സംസ്ഥാനമായിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പ്രധാനമന്ത്രി തുടർച്ചയായിട്ട് എത്തുന്നത്. നാളെ രാവിലെ പ്രധാനമന്ത്രി ഗുരുവായൂർക്ക് പോകും. ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ്. അതിൽ പങ്കെടുത്തതിന് ശേഷം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷവും തൃപ്രയാർ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തും. അതിനുശേഷം തിരികെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി 3 വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രവും അതോടൊപ്പം തന്നെ ഡ്രൈ ഡോക്കും ഉദ്ഘാടനം ചെയ്യും. പുതുവൈപ്പിനിൽ IOCയുടെ ഒരു കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൈകിട്ട് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഒരു പാർട്ടി പരിപാടിയിലും, ശക്തി കേന്ദ്ര പ്രതിനിധികളുടെ ഒരു പാർട്ടി പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.